സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോജ് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എത്തിയ മനോജിന് ധനലക്ഷ്മി സ്വൈര്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്നേഹവും കൊടുക്കുന്നില്ല. തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആവലാതികൾ മാത്രമേ ഉള്ളൂ അവർക്ക്. കൺമണിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് നിൽക്കക്കള്ളിയില്ലാതെ ധനലക്ഷ്മിയോട് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദേഷ്യവും വരില്ലേ മനുഷ്യനെ? ഏത് സമയവും സ്വർണത്തിന്റെ കാര്യമേ ഉള്ളൂ. ഇനി ആ ഡയമണ്ട് നെക്ലസിന്റെ കാര്യത്തിൽ അവരുടെ അമ്മ എന്ത് പുകിലാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്? അത് നിന്റെ കയ്യിലെത്തുമെന്ന് അവരുടെ അമ്മ അവരോട് വാക്ക് പറഞ്ഞിരിക്കുകയാണ്. മനോജിന്റെ അടുത്ത് എന്തുകൊണ്ടോ ശ്രീനി വരികയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. ഇത്ര ദിവസം കഴിഞ്ഞ് കാണുന്ന മകനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതല്ലേ? അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒന്ന് സംസാരിക്കാനായിട്ട് വന്നതുപോലും ഇല്ല. അത് ചിലപ്പോൾ തെറ്റ് ചെയ്യാതെ മകനെ അന്ന് ശിക്ഷിച്ചതിന്റെ പേരിൽ അയാളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു ജാള്യത കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മനോജ് ശ്രീനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛ, കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം തിരുത്തിയിട്ടാണ് അച്ഛൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുന്നതെന്നും എന്നെ അച്ഛനെ സ്നേഹിക്കാൻ പറ്റുമെന്നും ചോദിക്കുമ്പോൾ, അതെന്താടാ നീ അങ്ങനെ പറയുന്നത്? നീ എൻ്റെ പൊന്നു മകനല്ലേ? നീ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാണ് അന്ന് ഞാൻ നിന്നോട് വെറുപ്പ് കാണിച്ചത്. നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ മുതൽ ആ വെറുപ്പ് എന്നിൽ നിന്നും അലിഞ്ഞു പോവുകയും മുൻപത്തേക്കാൾ നിന്നോട് സ്നേഹം തോന്നുകയും ചെയ്തു എന്ന് പറയാണ് ശ്രീനി. ഇനി കുറ്റം പറഞ്ഞവരെ കൊണ്ടൊക്കെ മാറ്റി പറയിപ്പിക്കുകയും വേണമെന്നും പറയുന്നുണ്ട് കേട്ടോ ശ്രീനിവാസൻ. അങ്ങനെ കൺമണി വിഘ്നേശ്വരനെ കാണാനായിട്ട് അമ്പലത്തിലെത്തുന്നു. ഉണ്ണി നമ്പൂതിരിയെ കണ്ട കൺമണി അത്ഭുതപ്പെടുകയും കുറേ നാളായാലോ കണ്ടിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം കൺമണി ചേച്ചിയുടെയും കൃഷേട്ടൻ്റെയും കല്യാണത്തിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും, പക്ഷെ എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും കൺമണിക്കുള്ളതാണ് കൃഷ്ണനുള്ളതാണ് കൺമണി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട കൺമണി മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നു. കൃഷ്ണന്റെ ബർത്ത്ഡേ ഓർത്തതും അത് എല്ലാവരോടും പറയാത്തതിന് സുജാതയ്ക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. ബലരാമൻ അടുത്തുള്ളതിനാലും അയാളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടതുമാണ് കേട്ടോ അത് മറന്നുപോയത്. പക്ഷേ സുജാത മറന്നുപോയതിലും പറയാത്തതിലും കൃഷ്ണ പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയില്ല. താൻ എത്ര തവണ ആര് രണ്ടുപേരെയും തനിക്ക് ഒരുപോലെയാണെന്ന് ചിന്തിച്ചാലും ചിലപ്പോൾ രണ്ടായി കാണുകയാണ്. കുറച്ച് കൂടുതൽ സ്നേഹം ബലരാമനോട് തോന്നിപ്പോവാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പാവം എൻ്റെ മോൻ എന്ത് വിചാരിച്ചു കാണും എന്നോർത്ത് മൂഡ് ഓഫ് ആകുന്നുണ്ട് സുജാത. കൃഷാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് മുറ്റത്തിങ്ങനെ നടക്കുമ്പോൾ സാഗർ കൃപയോടും ബലരാമനോടും ബർത്ത്ഡേക്കാരൻ എന്താ മുറ്റത്ത് ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.